സുന്ദരകുട്ടന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എന്താ പറഞ്ഞേ? ഭാഗവത സപ്താഹങ്ങൾ കേൾക്കാ, മനനം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്താലുള്ള ഫലങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ കലികാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല. ഉണ്ടോ കുട്ടികളെ? നിങ്ങൾക്ക് തന്നെ ഉണ്ടോ? രാവിലെ ആയാൽ നിങ്ങൾക്ക് മൊബൈൽ എടുക്കണം, അത് നോക്കണം, ഇത് നോക്കണം, ഇല്ലേ? എവിടെ അതിൻ്റെ ഇടയിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഈശ്വരനെ വിചാരിക്കാൻ, നമുക്ക് വേണ്ടിയിട്ട് ഒരു ഭഗവാനെ വിചാരിക്കാൻ, കണ്ണനെ വിചാരിക്കാൻ ആർക്കും സമയമില്ല. പിന്നെ 7 ദിവസം പോയി ഇരുന്ന് നമ്മൾ ഭഗവത് കഥകൾ കേൾക്കാൻ പോണല്ലേ? ഒന്നിനും സമയമില്ലാത്ത ഒരു അര സെക്കൻഡ് ഒഴിവില്ല ആർക്കും. എല്ലാവർക്കും തിരക്കാ. എന്നിട്ടും ഭഗവാൻ നമ്മളോട് പറയാണ്, ഉണ്ണിക്കണ്ണൻ നമ്മളോട് പറയാണ്, എൻ്റെ കുഞ്ഞുമണികളെ, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ ഭാഗവതത്തിന്റെ അവസാനത്ത് പറഞ്ഞ ഹരേ ഹരേ എന്നുള്ള, വെറുതെ നടക്കുമ്പോൾ നമുക്ക് ആ അക്ഷരം ഉച്ചരിക്കാം. ഹരി അല്ലെങ്കിൽ ഹരേ എന്നുള്ള ഒരൊറ്റ നാമം നിങ്ങൾ അറിയാതെങ്കിലും നമ്മളുടെ മനസ്സോടുകൂടി സ്മരിക്കുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണൻ കേൾക്കാതിരിക്കില്ല. നമ്മളെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈകൊണ്ട് തട്ടി മാറ്റില്ല. ഉണ്ണിക്കണ്ണൻ നമ്മളുടെ അടുത്ത് തന്നെ എത്തും. അതിനു പോലും ഇന്നുള്ളവർക്ക് സമയമില്ല. 7 ദിവസം എന്നിട്ടാണ് 7 ദിവസത്തെ സപ്താഹം കേൾക്കാൻ പോകുന്നു. എന്നിട്ടും നമ്മളുടെ കാര്യം പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ പറയും, ഒരു ഒറ്റ ശ്ലോകം ചൊല്ലിയ ഭാഗവതം മുഴുവൻ ചൊല്ലി പഠിച്ചതിന് ഫലാണ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗവതത്തിന്റെ തുടക്കം തൊട്ട് ഉണ്ണിക്കണ്ണന്റെ ജനനം, അവതാരങ്ങള്, ഉണ്ണിക്കണ്ണന്റെ ജനനം, സ്വർഗാരോഹണം, അതിനുശേഷം ഈ ഭാഗവതം തന്നെ പറഞ്ഞ് എഴുതാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കുഞ്ഞുമണികൾക്കറിയോ? നമ്മളെ ഉണ്ണിക്കണ്ണനോട് ചോദിച്ചു, ഉണ്ണിക്കണ്ണൻ ഈ കലിയുഗത്തിൽ അങ്ങ് ഉണ്ടാവുമോ ഞങ്ങളെ കൂടെ എന്ന് ഒരു ഭക്തൻ ചോദിച്ചവൻ പറയാണ്, ഞാൻ ഭാഗവതത്തിലുണ്ട്, എന്നെ കാണണമെങ്കിൽ അതിലേക്ക് ചെന്നാ മതി എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഭാഗവതം തന്നെ സ്മരിക്കണം എന്ന് പറയണത്. അതിൽ പ്രത്യക്ഷനായിട്ടുള്ള കൃഷ്ണനുണ്ട്. അങ്ങനെയുള്ള ആ ഭാഗവതത്തിൽ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു നാമം ഏതെങ്കിലും ഒന്ന് ജപിക്കുകയാണെങ്കിൽ അതിന് ഒരു ഒറ്റ ശ്ലോകത്തോടു കൂടി ഭാഗവതത്തെ മുഴുവൻ സ്മരിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. അത് കുഞ്ഞുമണികൾക്ക് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു തരാട്ടോ.